നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളും യുവ സംരംഭകയുമായ ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള ആഭരണക്കടയായ ഓബായ് ഓസി സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. സ്ഥാപനത്തിൽ നിന്ന് 66 ലക്ഷം രൂപയുടെ വൻ തട്ടിപ്പ് നടന്നതായി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ സ്ഥിരീകരിച്ചു. കേസിൽ സ്ഥാപനത്തിലെ 3 മുൻ ജീവനക്കാരുകളും ഒരാളുടെ ഭർത്താവും ഉൾപ്പെടെ 4 പേർ പ്രതികളാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ മറവിൽ നടന്ന ഈ തട്ടിപ്പ് ചെറുകിട സംരംഭകർക്കിടയിലും QR കോഡ് വഴിയുള്ള പേയ്മെന്റുകൾ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങൾക്കിടയിലും വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. കേസിലെ പ്രതികൾ ഓബായ് ഓസിയിലെ മുൻ ജീവനക്കാരായ ദിവ്യ, രാധാകുമാരി, വിനീത എന്നിവരും വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവരുമാണ്. സ്ഥാപനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്ന QR കോഡ് പേയ്മെന്റ് സംവിധാനത്തിൽ കൃത്രിമം കാണിച്ചാണ് ഇവർ ചേർന്ന് ഏകദേശം 66 ലക്ഷം രൂപ തട്ടിയെടുത്തതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന, മോഷണം കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഉയർന്ന തുകയുടെ സാമ്പത്തിക തട്ടിപ്പായതിനാൽ കേസിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. തട്ടിപ്പിനായി പ്രതികൾ ഉപയോഗിച്ചത് വളരെ ലളിതമെങ്കിലും ആസൂത്രിതവുമായ ഒരു മാർഗമായിരുന്നു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ഉപയോക്താക്കൾ പണം നൽകാൻ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക QR കോഡ് മാറ്റി പകരം പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച മറ്റൊരു QR കോഡ് സ്ഥാപിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. സ്ഥാപനത്തിലെ ജീവനക്കാർ എന്ന നിലയിലുള്ള വിശ്വസ്തത ഉപയോഗിച്ച് ഉപയോക്താക്കൾ അറിയാതെ പതിവായി സ്ഥാപനം ഉപയോഗിച്ചിരുന്ന QR കോഡിന് മുകളിൽ പുതിയ കോഡ് പതിപ്പിച്ചു. ഇതുവഴി സാധനം വാങ്ങിയ ഉപയോക്താക്കൾക്ക് നൽകിയ പണം സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ എത്താതെ നേരിട്ട് പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. തട്ടിയെടുത്ത ഭീമമായ തുകയായ 66 ലക്ഷം രൂപ പ്രതികൾ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. ഈ പണം പ്രതികൾ ആഡംബര ജീവിതം നയിക്കുന്നതിനും മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കുമായാണ് ചെലവഴിച്ചതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുക, യാത്രകൾ നടത്തുക, ഉയർന്ന ജീവിത നിലവാരം നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കായി ഇവർ പണം ദൂർത്തടിച്ചു. ഈ കണ്ടെത്തൽ കേസിന്റെ സാമൂഹിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ സ്ഥാപനത്തിലെ ചില ജീവനക്കാർ കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ എതിർ പരാതി നൽകിയിരുന്നു. തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപിച്ചായിരുന്നു ഈ പരാതി. തുടർന്ന് കൃഷ്ണകുമാർ, ദിയ, ഇവരുടെ സുഹൃത്ത് സന്തോഷ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. എന്നാൽ ജീവനക്കാരുടെ ഈ എതിർ പരാതിയിൽ യാതൊരു കഴമ്പുമില്ലെന്നാണ് വിശദമായ അന്വേഷണത്തിനൊടുവിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് മറച്ചുവെക്കാനും നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പ്രതികൾ കെട്ടിച്ചമച്ച പരാതിയാണിതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്. യുവ സംരംഭകയുടെ സ്ഥാപനത്തിൽ നടന്ന ഈ ഹൈടെക് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ഏറെ നിർണായകമാണ്. ഈ വിധി ഡിജിറ്റൽ പേയ്മെന്റുകൾ വ്യാപകമായ ഇക്കാലത്ത് QR കോഡ് തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന സ്ഥാപനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ സഹായിക്കും. വിശ്വാസവഞ്ചനയും സാമ്പത്തിക തട്ടിപ്പും ഒരുമിച്ച് ചേർന്ന ഈ കേസ് ജീവനക്കാരെ നിയമിക്കുമ്പോഴും സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുമ്പോഴും സ്ഥാപന ഉടമകൾ പുലർത്തേണ്ട ജാഗ്രതയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചതോടെ കേസിന്റെ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കും. തട്ടിപ്പ് നടത്തിയവർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമോ എന്ന ആകാംക്ഷയിലാണ് പൊതുസമൂഹവും യുവ സംരംഭകരും. സ്ഥാപനത്തിന്റെ ഉടമയായ ദിയ കൃഷ്ണയ്ക്ക് നീതി ലഭ്യമാകുന്നതിൽ ഈ കുറ്റപത്രം ഒരു സുപ്രധാന ചുവടുവെപ്പാണ്.